ഇതിനി പോകുന്നത് മലപ്പുറത്തേക്കാണ്. ജംഷീർ കൊടിഞ്ഞുകൂടെയുണ്ട്. ജംഷീർ, അതിഗംഭീരമായ കൊട്ടിക്കലാശമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ മുന്നണികളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നു? വലിയ വിമത നീക്കങ്ങളൊക്കെ വലിയ തലവേദനയായോ ഈ പ്രചാരണത്തിൽ? ജിൽസി, തീർച്ചയായിട്ടും ഇന്നലെ കുട്ടിക്കലാശം വളരെ ആവേശമായി തന്നെ അവസാനിച്ചു. നഗരങ്ങൾ കേന്ദ്രീകരിച്ചില്ലെങ്കിൽ പോലും ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ ഈ ചെറിയ ടൗണുകൾ കേന്ദ്രീകരിച്ചൊക്കെ കുട്ടിക്കലാശം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവസാനഘട്ട പ്രചരണം, അതായത് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. അപ്പോൾ നിശബ്ദ പ്രചരണത്തിലാണ് ഓരോ സ്ഥാനാർത്ഥികളും, പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ വിമത സ്ഥാനാർത്ഥികളൊക്കെ ജില്ലയിലുടനീളം പലയിടങ്ങളിലും ഉണ്ട്. അത് ഒരു പരിധിവരെ തലവേദനയാകുന്നുമുണ്ട്. പക്ഷേ എങ്കിലും തങ്ങളുടെ വോട്ടുകൾ അവസാനഘട്ട വോട്ടും പെട്ടിയിലാക്കാനുള്ള ഒരു ശ്രമത്തിലാണിപ്പോൾ സ്ഥാനാർത്ഥികളുള്ളത്. ഞാനിപ്പോൾ രാവിലെ തന്നെ ഈ മലപ്പുറത്തെ കോഡൂർ പഞ്ചായത്തിലെ ഒരു വാർഡിലാണുള്ളത്. ഈ 4-ാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്ത് ഇവിടെ ഈ പ്രദേശത്തെ 2-3 സ്ഥാനാർത്ഥികൾ ഒരുമിച്ച് വോട്ട് അഭ്യർത്ഥിക്കും. കാരണം ഇനി സമയമില്ല, വളരെ കുറഞ്ഞ സമയം മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് അവർ ഈ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയും സമീപത്തെ 2-3 വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളൊക്കെ ഒരുമിച്ചെത്തി രാവിലെ തന്നെ വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇന്നത്തെ ഒരു ദിവസം വളരെ നിർണായകമാണ്. ഇന്നുകൂടി ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് സ്ഥാനാർത്ഥികൾ ലക്ഷ്യം വെക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ വീടുകൾ അതിരാവിലെ തന്നെ ഇവർ തുടങ്ങിയതാണ്. വീടുകൾ കയറിയിറങ്ങി പരമാവധി ഈ വീടുകൾ ഒരിക്കൽ കൂടി കയറിയിറങ്ങുക എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കളൊക്കെ പറയുന്നത് എത്ര തവണ നമ്മൾ വോട്ടർമാരിൽ അടുത്തേക്ക് പോകുന്നുവോ അത്രയും അത് നമുക്ക് ഗുണം ചെയ്യുന്നുള്ളതാണ്. അങ്ങനെ അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ വോട്ടർമാരെ കാണാനുള്ള ഒരു തയ്യാറെടുപ്പോട് കൂടിയാണ് ഇപ്പോൾ പ്രവർത്തകരും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളും ഒക്കെ തയ്യാറെടുപ്പുമായി മുന്നോട്ട് പോകുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പം പ്രവർത്തകർ തീരുന്നു, ഇപ്പം അവസാനഘട്ട സമയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് ഇപ്പം? തീർച്ചയായിട്ടും ഏറ്റവും അവസാന ഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മൾ കലാശക്കൊട്ടും അതുപോലെ തന്നെ മറ്റു പ്രചരണങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ വാർഡുകളിൽ നടന്നു. അതിനുശേഷം ഏറ്റവും അവസാനം നാളെയാണ് എല്ലാ ബൂത്തുകളിലും പോളിംഗിലേക്ക് പോകുന്നത്. നല്ലൊരു പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ ഓരോ വാർഡുകളും, കോട്ടൂർ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ UDFന്റെ ഒരു പഞ്ചായത്താണ്. നല്ലൊരു ഭൂരിപക്ഷത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു പഞ്ചായത്ത് നമ്മൾ കാണുന്നത്. സ്ഥാനാർത്ഥികൾ കൂടി ശരിയാണ്. ഇപ്പോൾ അവസാനവട്ട ഓട്ടത്തിലാണല്ലേ? അതെ അതെ, ഓട്ടത്തിലാണ്. സ്ഥാനാർത്ഥികൾ കണ്ടോ? ആളുകളെ കണ്ടുകൂടുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ നേരിട്ട് കാണുകയും നേരിട്ട് കാണാൻ കഴിയാത്ത കുട്ടികളെയൊക്കെ നമ്മൾ ന്യൂ ജനറേഷനെ പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ അവരെ വിളിക്കുകയും അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടികളാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഞങ്ങളെല്ലാവരും നല്ല പ്രതീക്ഷയിലാണ്. ബ്ലോക്ക് എങ്ങനെയാണ് ഇപ്പം ഒരു മാസം നീണ്ട പ്രചരണം കഴിഞ്ഞപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് പോകണം. ഈ അവസാന മണിക്കൂറിൽ എന്താണ് പ്രതീക്ഷ? അവസാന മണിക്കൂറുകൾ ഇന്നത്തോടു കൂടെ നമ്മുടെ പ്രചരണങ്ങൾ തീരുകയാണ്. ഇന്ന് മൗന പ്രചരണത്തിലാണ്. വളരെ പോസിറ്റീവായിട്ട് ഞങ്ങൾ ഇന്ന് വീട് വീടാന്തരം കയറി ഇറങ്ങുന്നുണ്ട്. ഒരിക്കൽ കൂടി അവസാനമായിട്ട് ആളുകളെ അതെ ഒന്നുകൂടെ കണ്ട്, നേരത്തെ കണ്ടവരൊക്കെ തന്നെയാണെങ്കിൽ പോലും അതെ ഒന്നുകൂടെ കണ്ടിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായി കൊടുത്ത് എല്ലാ ഭാഗത്തുനിന്നും, പ്രത്യേകിച്ച് നമ്മുടെ കോടൂർ പഞ്ചായത്തിൽ UDF വൻ ശക്തിയോടെ വീണ്ടും അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നല്ല രീതിയിലുള്ള മറുപടിയും പ്രതീക്ഷയുമാണ് ഞങ്ങൾക്കുള്ളത്. ഒരുമിച്ച് ഓരോ സ്ഥാനാർത്ഥികൾ, അതായത് സമീപത്തെ വാർഡിലുള്ള എല്ലാവരും ഒരുമിച്ച് ഇറങ്ങണം അവസാന നിമിഷമായതുകൊണ്ടല്ലേ? ഒരുമിച്ച് ഇറങ്ങുകയാണ്. ഇന്ന് ഞങ്ങൾക്ക് മൗനമായിട്ട് ഒരുമിച്ച് ഇറങ്ങാൻ എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നല്ല പോസിറ്റീവായിട്ട് തന്നെ ഞങ്ങൾ പ്രചരണത്തിന് ഇറങ്ങിയിരുന്നു.